പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചു. അതിൽ ഏറ്റവും പ്രധാനം എന്റെ ഡിവൈഎഫ്ഐയുടെ രണ്ട് സുഹൃത്തുക്കൾ, രണ്ടുപേരും എനിക്ക് അറിയാവുന്നവരാണ്. അവർ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം തുടർച്ചയായി BJP-യിലേക്ക് പോകുന്നത്. എന്റെ ഡിവൈഎഫ്ഐയുടെ സഹപ്രവർത്തകന്മാരോട് പറയട്ടെ, ഇന്ത്യയിൽ CPM ഉണ്ടായ 3 സംസ്ഥാനങ്ങൾ കേരളം, പശ്ചിമ ബംഗാൾ, ത്രിപുര. ഇന്ന് അവിടുത്തെ കർഷകന്മാരുടെ അടിക്കോണം പോലും ചുവന്ന നിറത്തിൽ കാണാൻ നിങ്ങൾക്ക് കഴിയില്ല പശ്ചിമ ബംഗാളിൽ. അതുപോലെ ആ പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ നിന്നും ത്രിപുരയുടെ മണ്ണിൽ നിന്നും CPM എന്നേക്കുമായി ഇല്ലാതായി. എവിടേക്ക് പോയി ഈ CPM? നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഓർമ്മിച്ചിട്ടുണ്ടോ? ഡൽഹിയിൽ രാംലീല മൈതാനിയിൽ മമതാ ബാനർജി എന്ന യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഒരു പ്രകടനം നടത്തി. ആ പ്രകടനം നടത്തുമ്പോ മമതാ ബാനർജിയോടൊപ്പം കൈയില്ലാത്ത 70 യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ രാംലീല മൈതാനിയിൽ പ്രകടനം നടത്തി. കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിന്റെ പേരിൽ കൈ വെട്ടിമാറ്റിയ 70 യൂത്ത് കോൺഗ്രസുകാരാണ് അന്ന് മമതാ ബാനർജിയോടൊപ്പം അവിടെ പങ്കെടുത്തത്. 34 വർഷക്കാലം നിങ്ങൾ ഭരിച്ച പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ കമ്മ്യൂണിസം കാണാനില്ല. നിങ്ങൾക്ക് ആ കമ്മ്യൂണിസം നിങ്ങൾക്ക് നാണമില്ല ഇത് പറയാൻ? നിങ്ങളുടെ കൈവെട്ടിയ എണ്ണൊക്കെ പറഞ്ഞ് ഇപ്പൊ CPM-നെയും മമതേനെയും പിടിച്ച് ഇൻഡീസ് ഒക്കെ ആക്കിയിട്ട് അധികാരത്തിലെത്താൻ നോക്കുന്ന മോഹം നാണമില്ല നിങ്ങൾക്ക്? വിഭജനത്തിന്റെ രാഷ്ട്രീയം കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന തകർത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമില്ലാതാക്കി ഇവിടത്തെ മതന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി എന്ന നരാധമന് മുമ്പിൽ ആരുമായും സന്ധി ചേരാൻ കോൺഗ്രസ് തയ്യാറാ. അതിന്റെ പ്രഖ്യാപനമാണ് ഇന്ത്യ എന്ന് പറയുന്ന മുന്നണി, ഇന്ത്യൻ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻക്ലൂസീവ് അലയൻസ്. അതിന്റെ മുന്നണി പോരാളിയാണ് കോൺഗ്രസ്. RSS-മായി സന്ധി ചെയ്യാൻ ഞങ്ങളില്ല, BJP-യുമായി സന്ധി ചെയ്യാൻ ഞങ്ങളില്ല. പഞ്ച് ഡയലോഗ്. പക്ഷെ അപ്പോഴും ആ ചെറുപ്പക്കാരൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഉണ്ണിച്ച രഘുനാഥ് പോയതുപോലെ 2029 തിരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്നും BJP സ്ഥാനാർത്ഥിയായിട്ട് വരുമോ എന്നതാണ് ചോദ്യം. നോക്കിയാൽ മതി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം പ്രഖ്യാപിച്ചു. നിങ്ങളറിഞ്ഞോ? പിണറായി വിജയനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചത് അറിഞ്ഞോ? ഞാനറിയില്ല. എന്താ കാര്യം? നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം 36 തവണ ലാവ്ലിൻ കേസ് മാറ്റിവെച്ചു. ആർക്ക് വേണ്ടി? സുപ്രീം കോടതിയുടെ സോളിസിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ 36 തവണ കേസ് മാറ്റിവെച്ചു. ആർക്ക് വേണ്ടി? ഒരു നിമിഷം ചെയ്യാതെ എനിക്ക് മുസ്തഫയ്ക്ക് സമയം കൊടുക്കണം. കാരണം ഗുരുതരമായ ഒരു ആരോപണമാണ്. ഉള്ളിച്ച പോവില്ല, പിണറായി പോവാതിരുന്നാൽ മതി എന്നാണ് ചോദ്യം. അതിനെ തടുത്താൽ കേരളത്തിലെ 12 സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചതിൽ 3 പേർ UDF-ന്റെ ആളുകളാ. രഘുനാഥ്, അനിൽ ആന്റണി, അബ്ദുൽ സലാം. നിങ്ങൾ നോക്ക്, വീണ ഇപ്പോഴും പിണറായി വിജയന്റെ വീട്ടിലുണ്ട്. IT വിദഗ്ധ. AK ആന്റണിയുടെ വീട്ടിലെ IT വിദഗ്ധൻ ഇപ്പൊ എവിടെയാ? AK ആന്റണിയുടെ വീട്ടിലെ ബാലകൃഷ്ണന്റെ സഹപ്രവർത്തകനായിരുന്നു KPCC അംഗം നീലീശ്വരത്തെ നാരായണൻ. കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് വെച്ച് ഏത് പാർട്ടിയിലാണ് ചേർന്നത്? ശ്രീകാന്ത മാലെടുത്തു കൊടുത്തത്, സ്വീകരിച്ചത്. ഉണ്ണിച്ച പോവില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ബാലകൃഷ്ണന് കഴിയില്ല. അതാ പ്രശ്നം.